ലോകപ്രശസ്തമായ അർത്തുങ്കൽ സെയിന്റ് ആൻഡ്രൂസ് ബസിലിക്ക പതിറ്റാണ്ടുകളായി വറുതിയും തൊഴിലില്ലായ്മയും അവഗണനയും കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനതയുടെ ജീവിത പശ്ചാത്തലം. കടലമ്മ കനിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഏറെ പാടുപെടുന്ന കടലോര ജനത. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ നിസ്സഹായതയുടെ പടുകുഴിയിൽ നിപതിക്കുന്ന ഒരു ജനവിഭാഗം. ഞങ്ങൾ കടലിൽ പോയിട്ട് ഈ പൊന്തുവെള്ളമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കടൽ ഇങ്ങനെ കിടക്കുമ്പോഴല്ല, കടൽ നല്ലപോലെ തിരയ ഒടിയണ സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് പോണ സമയത്ത് ദൈവം മാത്രമേ കൂട്ടുള്ളൂ. ഇപ്പോൾ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടുന്നില്ല, മണ്ണെണ്ണ ഇല്ല, പിന്നെ വേറെ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച 3 ദിവസം പണിക്ക് പോയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. മണ്ണെണ്ണ കടം മേടിക്കണം, ഇല്ല പെട്രോൾ കടം മേടിക്കണം. പെട്രോൾ കടം കിട്ടാൻ വഴിയില്ല. ഇപ്പം ഇവിടെ പമ്പിൽ ചെന്ന് പെട്രോൾ കടം കിട്ടത്തില്ല, അത് പൈസ നേരിട്ട് കൊടുക്കണം. മണ്ണെണ്ണ നമുക്ക് കടമെങ്കിലും കിട്ടും, അല്ലാണ്ട് രക്ഷയില്ല, മണ്ണെണ്ണയില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ പണിക്ക് പോയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഒരു ദിവസം 2 ദിവസം പോയെങ്കിൽ ആ 2 ദിവസവും മണ്ണെണ്ണ കാശ് കടവാണ്. വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഞങ്ങളപ്പോൾ ക്രിസ്മസൊക്കെ അടുത്ത് വരികയല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. മണ്ണെണ്ണ കടം വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് പോകാനൊക്കത്തുള്ളൂ. തിങ്കളാഴ്ച ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ പിന്നെയും കടത്തിൻ്റെ പുറത്ത് കടമായിട്ട് നിൽക്കേണ്ടി വരും. ഇപ്പോൾ ക്രിസ്മസുമൊക്കെ വന്നി, കുഞ്ഞുങ്ങളൊക്കെ നോക്കണം, ആകെ ദാരിദ്ര്യമാണ്. നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു. പഴയതും പുതിയതുമായ തലമുറകളുടെ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുന്ന ക്രിസ്മസ് കരോൾ. 95 വയസ്സുകാരനായ മുത്തച്ഛൻ മുതൽ 10 വയസ്സുകാരിയായ പെൺകുട്ടികളും ഈ ആഘോഷത്തിൽ പങ്കാളികളാകുന്നു. ഇത് കാണുമ്പോൾ നന്മയുടെ നല്ല ഓർമ്മകളും ഇല്ലായ്മയിൽ നിന്ന് ക്രിസ്മസിനെ വരവേറ്റ ഒരു കാലത്തെ ജ്വലിപ്പിക്കുന്ന സ്മരണകളും ഇവർ പങ്കുവയ്ക്കുന്നു. പഴയ കാലത്ത് കേക്കിൻ്റെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പോഴാണ് കേക്കിൻ്റെ കാര്യങ്ങൾ വന്നത്. പഴയ കാലത്തുള്ളതൊക്കെ കപ്പ ഒഴുകുക, അപ്പം ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കണം. ഇപ്പോഴാണ് ഈ കേക്കിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇതൊന്നും ഇല്ല. കണ്ണ് അരി വെക്കാനും കാശില്ലാതെ തേങ്ങ വിറ്റക്കാനും കാശ് മേടിച്ച് അരി വെക്കണത് രക്ഷയില്ലത്, നിവൃത്തിയൊന്നുമില്ല. പണ്ട് ആളുകളെല്ലാം ബുദ്ധിമുട്ടിലാണ് കഴിയണത്. പഴയ കാലത്ത് കൊടുക്കണത് കപ്പയാണ്, കപ്പ പിണ്ണാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കൊടുക്കണം. ഇന്നത്തെ കാലത്തുള്ള പോലെ പലഹാരത്തിനങ്ങളൊന്നും പണ്ടുള്ള കാലത്തില്ല. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ നേരുന്നു. കഴിഞ്ഞ കാലഘട്ടം ഞങ്ങളുടെ അപ്പനപ്പന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്രിസ്മസ് ദാരിദ്ര്യത്തിൻ്റെയും വലിയ കഷ്ടപ്പാടുകളുടെയും നടുവിൽ ജീവിച്ച ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ പറഞ്ഞ ഒരു ഓർമ്മ ഞാൻ ഈ സമയം പങ്കുവെക്കുകയാണ്. വിശന്നിട്ട് നല്ല വെളുത്ത മണ്ണ് വാരി തിന്ന് വിശപ്പ് തീർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. മത്തൻ കപ്പ, അതായത് വെയിലിക്കിടുന്ന മത്തൻ കപ്പ, അത് പുഴുങ്ങി തിന്ന് വിശപ്പടക്കിയിട്ടുണ്ട്. കാരണം അത്ര ദാരിദ്ര്യം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് എൻ്റെ അപ്പൻ്റെയൊക്കെ തലമുറ കടന്നുപോയത്. ഇന്നിപ്പോൾ കേക്കെന്ന് പറയുമ്പോൾ, അല്ലെ ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ എല്ലാ സാധനവും മുമ്പിലേക്ക് വന്നു കഴിഞ്ഞു. അന്നൊരു ആഘോഷം എന്ന് പറയുമ്പോൾ മുമ്പിലുള്ളത് ദാരിദ്ര്യം മാത്രമാണ്. ഒരുപക്ഷെ ഈ ഡിസംബർ മാസമൊക്കെ വരുമ്പോൾ വീട്ടിൽ തെങ്ങൊക്കെ കയറി തേങ്ങ കൊണ്ടുപോയി ചേർത്തല കൊണ്ട് വിറ്റ് മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് അതിനരിയും പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ആണ് ഒരുപക്ഷെ ഒരു ആഘോഷപൂർവമായ
ഒരു ക്രിസ്മസിലേക്ക് വരുന്നത്. അതാണ് വലിയ ആഘോഷം. സാധാരണ തരത്തിൽ പറയുമ്പോഴത്തേക്ക് കയറൊക്കെ പിരിച്ച് എൻ്റെ ചെറുപ്രായത്തിൽ ഒരുപക്ഷെ കയറ് പിരിച്ച് അന്ന് 10 പൈസ 20 പൈസയ്ക്ക് ഒരു മുടി കയറ് കൊടുക്കുമ്പോൾ കയറ് പിരിച്ച് കൊടുത്ത് കടയിൽ കൊണ്ടുപോയി അത് കൊടുത്ത് ശർക്കരയും ഗോതമ്പ് പൊടിയും വാങ്ങി അത് കൊണ്ടുവന്ന് വീട്ടിൽ അമ്മ അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി തരും. ആ ശർക്കര കൊണ്ട് കാപ്പിയും തിളപ്പിച്ച് തരും. അങ്ങനെയായിരുന്നു എൻ്റെ ബാല്യത്തിൽ ക്രിസ്മസും അതോടൊപ്പം തന്നെ എൻ്റെ ജീവിത സാഹചര്യം കടന്നുപോയത്. അപ്പം തീർച്ചയായിട്ടും ഇന്ന് ലോകവും ഇല്ല സമൂഹമൊക്കെ വളരെ വ്യത്യസ്തമായ തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് മക്കൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം അവരുടെ വിരൽത്തുമ്പിൽ ഉണ്ട്, ഇല്ലെങ്കിൽ അവരുടെ മേശപ്പുറത്ത് അവരുടെ കൺമുമ്പിലേക്ക് വരികയാണ്. അന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുള്ളായിരുന്നു ഒരു കേക്ക്. ക്രിസ്മസിന് പോലും ഒരുപക്ഷെ ഒരു കഷ്ണം കേക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാശുള്ളവർ മേടിച്ച് എവിടെയെങ്കിലും മുറിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു കഷ്ണം കിട്ടിയെങ്കിലായി കേക്ക് കഴിക്കാനായിട്ട്. ഞാനിത് പറയുന്നത് ഒരു 35-40 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു കഷ്ണം കേക്കിന് പകരം ഒത്തിരി കിലോ കണക്കിന് കേക്കുകൾ കൊടുക്കാൻ ഇന്ന് നമ്മളെ കൊണ്ടാവും, ഒരുപക്ഷെ എന്നെ കൊണ്ടുപോകും. അപ്പോൾ തീർച്ചയായും ഇപ്പോഴത്തെ തലമുറയും കടന്നു പോകുന്ന തലമുറ ഇപ്പോൾ അവർ മുതിർന്നവർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. കപ്പലണ്ടി പിണ്ണാക്ക്, കപ്പ പുഴുങ്ങിയത്, പുട്ട്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു ബർത്ത്ഡേക്ക്, ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക്, ഞങ്ങൾ കൂട്ടത്തിലൊരു മകളുടെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ കാശില്ലാഞ്ഞിട്ട് പുട്ട് പുഴുങ്ങിയിട്ട് ഞാൻ അവൾക്ക് മുറിച്ചത്. ഇത് സ്ട്രീം കേക്കാണ്. അത് മുറിച്ച് അവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് ഒരുപക്ഷെ നമുക്ക് വലിയ ആശ്വാസവും അതോടൊപ്പം തന്നെ നമുക്ക് വലിയ ആഘോഷമായി മാറുന്ന ഒരു ക്രിസ്മസാണ്. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് ഓർക്കാൻ കിട്ടിയ ഈ അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുണ്യമായ നിമിഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും പഴയ തലമുറയെയും പുതിയ തലമുറയെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ക്രിസ്മസിൻ്റെ സന്ദേശം ലോകത്തോട് പങ്കുവയ്ക്കുമ്പോൾ ലോകം തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. ഇന്നിൻ്റെ സുഭിക്ഷതയിൽ നാം കടന്നു പോകുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള നമ്മുടെ ദാരിദ്ര്യത്തിലൂന്നിയ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെ മറക്കാതെ പോകരുത് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ പകുത്തു നൽകൽ ജീവിത സാക്ഷ്യങ്ങളിലെ ഉച്ചനീചത്വങ്ങളും ഐക്യബോധവും തലമുറകളായി പകർന്നു നൽകുന്ന ധന്യ നിമിഷം. ഷക്കീന ടി വിയുടെ സംഘാടകരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 2025 ക്രിസ്മസിൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്.
ഞാൻ സംഘാടകരിൽ ഒരാൾ പറഞ്ഞതുപോലെ നിഷ്കളങ്കരായവരുടെ നാടാണിത്, സാധാരണക്കാരുടെ നാടാണ്. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് തിരുപ്പിറവിയുമായി ഉള്ള വായനകളൊക്കെ നടത്തുമ്പോൾ, രണ്ട് സുപ്രധാനമായ കാഴ്ചകൾ അവിടെ കാണും. ഒന്ന്, സഞ്ചാരികൾ നക്ഷത്രം നോക്കി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നതാണ്, അല്ലെ ക്രിസ്തുവിലേക്ക് എത്തുന്നതാണ്. രണ്ടാമത്തെ കൂട്ടര് പാതിരാവിൻ്റെ നിശബ്ദതയിൽ പകല് മുഴുവൻ അധ്വാനിച്ച് ആടുകളെയൊക്കെ ആലയിലാക്കി അതിൻ്റെ വാതുക്കൽ കിടന്ന് ഉറങ്ങിയിരുന്ന ആട്ടിടയരുണ്ട്. അവർക്ക് നക്ഷത്രം ഒന്നുമല്ല വഴികാട്ടിയത്, പകരം മാലാഖമാരാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാലാഖമാരെ കേൾക്കുകയാണ്. യോസേപ്പ് പിതാവിനോട്, സക്കറിയായോട്, മാതാവിനോട് ഒക്കെ മാലാഖമാരിങ്ങനെ സംസാരിക്കുകയാണ്. പണ്ടത്തെ കാലം അനുസരിച്ച് സ്വപ്നങ്ങളൊക്കെ ദർശനങ്ങളായ കാലം. എൻ്റെ ഓർമ്മയിൽ മനഃശാസ്ത്ര പണ്ഡിതനൊക്കെയായി ലോകമറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് തൻ്റെ തിയറി പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വപ്നവും ദർശനമല്ലാത്തതല്ലായിരുന്നു. ഫ്രോയിഡ് മുമ്പോട്ടൊരു തിയറി വെച്ചിട്ട് പറഞ്ഞു, എല്ലാ സ്വപ്നങ്ങളും അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ആണെന്ന് പറഞ്ഞു. അതായത് നിർവഹിക്കപ്പെടാത്തതോ നടക്കപ്പെടാത്തതോ ആയ ചില ആഗ്രഹങ്ങളുടേതാണ് സ്വപ്നമെന്ന് പറഞ്ഞു. ബൈബിളിൻ്റെ ഭാഷയിലെ സ്വപ്നം ദർശനമാണ്. സ്വപ്നം തന്നെ നമുക്കറിയാമല്ലോ, അബോധവും ബോധവുമായിട്ടുള്ള തലങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരേ ഒരു മാധ്യമമാണ് സ്വപ്നം. നമ്മൾ ഉണർന്നിരിക്കും, അപ്പോൾ സ്വപ്നം കാണൂല. ഉറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും ഉള്ള ബോധം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തനവുമല്ല. അപ്പോൾ ബോധവും അബോധവും കൂടെ അകലുന്ന ഒരു സ്ഥലത്ത് ഒരു തുല്യതയുടെ ഒരു തുലാസായാണ് ശരിക്കും സ്വപ്നം നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 2000 വർഷം പഴക്കമുള്ള ഒരു ക്രിസ്മസിന് അതിനേക്കാൾ 1900 പഴക്കമുള്ള ഒരു പ്രതീക്ഷയുടെ നിർവഹണം നടന്ന സുന്ദരമായ രാവാണ് ക്രിസ്മസ്. ഇവിടെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. ഞങ്ങളെക്കുറിച്ച് പറയുന്നത് എല്ലാ ദിവസവും സ്വപ്നം കാണുന്ന സ്ഥലമായത്. അതായത് തീരത്തിൻ്റെ മക്കൾ പണിക്കായി പോകുമ്പോൾ ഈ പണിയുടെ വല നിറച്ച വള്ളം പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു സ്വപ്നമുണ്ട് അവർക്ക്. ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ കിട്ടും. എല്ലാ പ്രതീക്ഷയും പൂവണിയാൻ സ്വപ്നതുല്യമായ യാത്ര നടത്തി പരിചയമുള്ളവരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് നിഷ്കളങ്കതയുടെ പാരമ്യത്തിൽ ഈ സ്വപ്നങ്ങളൊക്കെ മനസ്സിലാവും. എനിക്ക് കുറച്ചും കൂടെ കടുപ്പിച്ച് പറയാനുള്ളത്, ബൈബിളിൻ്റെ ഭാഷയിലെ സ്വപ്നം ദർശനങ്ങളാണല്ലോ. ഞങ്ങളും ഞങ്ങളുടെ ഭാവി തലമുറയെ ഓർത്ത് സ്വപ്നം കാണുകയാണ്. ഇപ്പം നമ്മൾ ഒരു സ്വപ്നത്തിൻ്റെ ഭൂതകാല അനുസ്മരണത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വപ്നം കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ക്രിസ്മസ് ഓർമ്മയിലേക്കാണ് ഷക്കീന TV ഈ ബസിലിക്കയിലെ ഞങ്ങളെ ക്ഷണിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇനി ദൈവപിതാവ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു സുന്ദരമായ തിരുവചനം ഉണ്ടല്ലോ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നത് മുഴുവനും പൗലോസപ്പോസ്തലൻ്റെ ഭാഷയിൽ ഗിഫ്റ്റായിട്ടാണ് തന്നത്, സമ്മാനമായിട്ടാണ് തന്നത്. അതുകൊണ്ടാണ് നമ്മൾ സമ്മാനം പങ്കുവയ്ക്കുന്ന ക്രിസ്മസിനെ ഓർക്കുന്നത്. ദൈവം സ്വന്തം പുത്രനെ, സമ്മാനത്തിൻ്റെ പ്രത്യേകത തിരിച്ചെടുക്കത്തില്ല, നമ്മളോട് കൂടെ തന്നെ ഉണ്ടാകും. അതിനവനൊരു പേരും കൊടുത്തു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ വരുമ്പോൾ സ്വപ്നങ്ങൾ കുറച്ചുകൂടെ കടുപ്പിച്ച് കാണാൻ, ഭാവി തലമുറയെക്കുറിച്ച് കുറച്ച് കാര്യമായിട്ട് കാണാൻ, സുസ്ഥിരമായ ഭാവിയെ ആട്ടിടയർ കിട്ടിയതുപോലെ മാലാഖമാരുടെ ഉണർത്തുപാട്ടിൻ്റെ ചൈതന്യത്തോടെ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഷക്കീന TVക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇടവകയിലെ ഓരോ വ്യക്തിക്കും ഈ ക്രിസ്മസിൻ്റെ എല്ലാ നിറവും ചൈതന്യവും പങ്കുവയ്ക്കലും സ്നേഹവും
ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. മനുഷ്യനായി ബത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വെണ്ണിലും മന്ദഹാസം പ്രിയം മധുര മനോഹര ഗാനം. മണ്ണിലും വെണ്ണിലും മന്ദഹാസം പ്രിയം മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പ്രിയം മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പ്രിയം മധുര മനോഹര ഗാനം. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ എളിമയും ലാളിത്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.